നോർത്ത് ഇന്ത്യയിലോട്ട് പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയ പുതിയ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഇനിയുള്ള ഒരു മാസം എൻ്റെ ജീവിതവും എൻ്റെ യാത്രയും ഈ ടാങ്കർ ലോറിക്കകത്താണ്. ഇന്ത്യയുടെ പല ഭാഗത്തോട്ട് ലോറിയിലൊരു യാത്ര ചെയ്യണമെന്ന ആഗ്രഹവുമായി ഞാൻ ചെന്നെത്തിയത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ സ്ഥിതി ചെയ്യുന്ന ഒരു ലോറി താവളത്തിലാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും ജാർഖണ്ഡിലേക്ക് പോകുന്ന ലോറി യാത്രയുടെ ആദ്യത്തെ ദിവസം തുടങ്ങുന്നത് നെല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ട്രെയിൻ നമ്പർ 1265 നാഗർകോവിൽ നിന്ന് ഷാലിമാർ വരെ പോകുന്ന ഗുരുദേവ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് വർക്കലയിൽ നിന്ന് നെല്ലൂരിലോട്ട് വന്നെത്തിയത്. ഉച്ചകഴിഞ്ഞ് സമയം 12:34 ആയപ്പോഴാണ് നെല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തിയത്. ട്രെയിനിൽ വെച്ച് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു. ആദ്യം കണ്ട കടയിൽ കയറി ഫുഡ് കഴിച്ച ശേഷം നേരെ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു. എനിക്ക് പോകേണ്ട സ്ഥലത്ത് ഇവിടെ നിന്നും ബസ് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ 20 രൂപയുടെ ഒരു ഷെയർ ഓട്ടോ പിടിച്ച് ഞാൻ അടുത്തൊരു ജംഗ്ഷനിലോട്ട് പോയി. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബസ് കാത്ത് ഞാൻ ആ ജംഗ്ഷനിൽ തന്നെ കുറച്ചു നേരം നിന്നു. തെലുങ്ക് ഭാഷ അറിയാത്തത് കൊണ്ട് ബസ് റൂട്ടും സ്ഥലപ്പേരും ഒക്കെ അറിയാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബസ് കിട്ടി. നെല്ലൂർ നിന്ന് മുത്തുക്കൂർ എന്ന സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു. എനിക്ക് പോകേണ്ടത് കൃഷ്ണപട്ടണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അദാനി സീപോർട്ടിലോട്ടാണ്. അവിടെയാണ് ജാർഖണ്ഡിലോട്ട് പോകുന്ന ടാങ്കർ ലോറി കിടക്കുന്നത്. മുത്തുക്കൂറിൽ ബസ് ഇറങ്ങി. ഇനിയുമുണ്ട് 7 കിലോമീറ്ററോളം ദൂരം കൃഷ്ണപട്ടണം സീപോർട്ടിലോട്ട്. അറിയാവുന്ന ഭാഷയിലൊക്കെ പോർട്ടിലോട്ട് പോകുന്ന അടുത്ത ബസ് അന്വേഷിച്ച് ഒരുപാട് നടന്നു. അവിടെയുള്ള ഒരാളുടെ സഹായത്തോടെ എനിക്ക് പോർട്ടിലോട്ടുള്ള ബസ് കിട്ടി. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പോർട്ടിലോട്ട് പോകാൻ ബസ്സൊന്നും തന്നെ ഇപ്പോൾ ഇല്ലെന്ന്. വഴിയിൽ ഇറക്കിവിട്ടെങ്കിലും 10 രൂപ ടിക്കറ്റെങ്കിലും എടുപ്പിക്കാൻ കണ്ടക്ടർ മറന്നില്ല. ഭാഷ അറിയാതെ വഴി അറിയാതെ ബസ്സൊന്നും കിട്ടാതെ ഞാൻ പെരുവഴിയിലായി. പിന്നൊന്നും നോക്കില്ല, മാപ്പ് ഓണാക്കി കാണിക്കുന്ന റോഡ് കയറിയില്ല നിന്ന് ലിഫ്റ്റ് ചോദിക്കാൻ തുടങ്ങി. ഒരു ലിഫ്റ്റ് കിട്ടി, വീണ്ടും മറ്റൊരു ലിഫ്റ്റ് കിട്ടി. അങ്ങനെ മൊത്തം 2 ലിഫ്റ്റ് അടിച്ച് ഞാൻ ഏകദേശം 5.5 കിലോമീറ്ററോളം യാത്ര ചെയ്തു. സമയം വൈകുന്നേരം 3:19 കഴിഞ്ഞു. മാപ്പിലെ ലൊക്കേഷൻ കണക്ട് ചെയ്ത് ചെറിയ വഴികളിലൂടെ വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നു. ഭാഗ്യത്തിന് വീണ്ടും എനിക്കൊരു ലിഫ്റ്റ് കിട്ടി, നേരെ സീ പോർട്ടിലോട്ട് തന്നെ. അങ്ങനെ ഞാൻ അദാനി കൃഷ്ണപട്ടണം പോർട്ടിലോട്ട് എത്തി. പോർട്ടിനകത്തു നിന്ന് കൽക്കരി നിറച്ചിട്ടുള്ള ഗുഡ്സ് ട്രെയിനാണ് ഈ പോകുന്നത്. ഗേറ്റിന്റെ മറുവശം എത്തിയ ശേഷം ലിഫ്റ്റ് തന്ന ബൈക്കുകാരന് നന്ദി പറഞ്ഞ് യാത്രയാക്കി. 1000 കിലോമീറ്ററുകൾ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ടാങ്കർ ലോറിക്ക് അടുത്ത് എത്തിയിരിക്കുകയാണ്. കുറച്ചും കൂടെ ദൂരേ ഉള്ളൂ. ഏകദേശം ഒരു 5-10 മിനിറ്റിനകത്ത് നമ്മുടെ ടാങ്കർ ലോറി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, ലൊക്കേഷന് അടുത്ത് കാണിക്കുന്നുണ്ട്. ഒരുപാട് വട്ടം ചുറ്റി പോയി കാണും. സ്ഥലം അറിയാതെ, പേരറിയാതെ, ഭാഷ അറിയാതെ, റൂട്ട് അറിയാതെ, ബസ് റൂട്ട് പോലും ഇല്ല ഈ ഏരിയയിലൊന്നും. ഇതിപ്പോ നിൽക്കുന്നത് അദാനിയുടെ ഒരു പോർട്ട് എന്നാണ് പറയുന്നത് ഈ ഏരിയയിൽ. അപ്പൊ ഇങ്ങോട്ട് അധികം വണ്ടികളൊന്നും ഇല്ല. ലോറികൾ, ഗുഡ്സ് ട്രെയിനുകൾ, പിന്നെ നമ്മളെ ലോറി, ടാങ്കർ ലോറി, അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. കുറച്ചു നേരത്തെ തിരച്ചിലിന് ശേഷം എന്റെ പുതിയ കൂട്ടുകാരനെ ഞാൻ ഇവിടുന്ന് കണ്ടെത്തി. പേര് ലാൽകൃഷ്ണൻ, സ്ഥലം പത്തനംതിട്ട. ആന്ധ്രാപ്രദേശിൽ നിന്നും വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ ഡീസൽ, എഥനോളൊക്കെ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയിലെ ഡ്രൈവറാണ് ലാൽകൃഷ്ണൻ. ഇത്തവണ ലോഡും കൊണ്ടുപോകുന്നത് ജാർഖണ്ഡിലോട്ടാണ്. പോയി വരാൻ കുറഞ്ഞത് 1 മാസമെങ്കിലും സമയമെടുക്കും. ലാൽകൃഷ്ണൻ എന്നെ കൊണ്ടുപോകുന്നത് ഒരു ലോറി താവളത്തിലോട്ടാണ്. 100 കണക്കിന് ലോറികളാണ് ഇവിടെ